ബൂം മണ്ണുമാന്തി യന്ത്രത്തിന്റെ ദൃശ്യങ്ങൾ അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവിടേക്ക് എത്തിക്കുകയാണ്, സ്പോട്ടിലേക്ക് എത്തിക്കുകയാണ്. കെ ബി ശ്രീധരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ അയച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ ഈ ബൂം മണ്ണുമാന്തി യന്ത്രമാണോ ഇത്? ഇത് തന്നെയാണ് ആ യന്ത്രം. ഇത് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അങ്കോള ടൗണിനോട് ഇത് അടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ ഇന്ന് പുലർച്ചെ ഈ യന്ത്രത്തിൻ്റെ ഡീസൽ പൈപ്പിൽ പൊട്ടലുണ്ടായി ആണ് ഇന്ന് രാവിലെ എത്തേണ്ട യന്ത്രം ഇത്ര വൈകി എത്താനുള്ള ഒരു പ്രധാന കാരണം. ഏതായാലും അല്പസമയത്തിന് തന്നെ ഈ യന്ത്രം ഇവിടേക്ക് എത്തിച്ചേരും. പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോട് കൂടിയാണ് യന്ത്രം ഇവിടേക്ക് എത്തിക്കുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങൾ കാണാം. കൂറ്റൻ യന്ത്രമാണ്. അതിൻ്റെ കൈ തന്നെ, അതായത് ആ യന്ത്രക്കൈ തന്നെ കണ്ടാൽ മനസ്സിലാകും. വളരെ ആഴത്തിലേക്ക്, വളരെ ബൂം ലെങ്ത്തിലേക്ക് അതിന് പോകാനാകും. ഏതായാലും ഇത് എക്സ്കവേറ്റർ തന്നെയാണ്. 60 അടി എന്നൊക്കെ പറഞ്ഞ വിധത്തിൽ നദിയുടെ അടിത്തട്ട് തൊടാൻ പറ്റും. ഇതിന്റെ പരമാവധി ശേഷി എന്നുള്ളത് 12 മീറ്ററാണ്, അല്ലെങ്കിൽ 60 അടിയാണ്. എക്സ്കവേറ്റർ തന്നെയാണ് ശരിക്കും ഇത്. ബൂം ലെങ്ത് എന്ന് പറയുന്നത് തന്നെ ആ ഒരു പവറിനെ അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലേക്ക് പോകാനുള്ള അതിന്റെ ശേഷിയെ സൂചിപ്പിക്കുന്നതാണ്. ഏതായാലും അതുകൊണ്ടാണ് നമ്മൾ ബൂം യന്ത്രം എന്ന് പറയുന്നത്. MLA ഉപയോഗിച്ച വാക്ക് ബൂം യന്ത്രം എന്നാണ്. ശരിക്കും അതൊരു ക്രെയിനോട് കൂടിയ എക്സ്കവേറ്ററാണ് ഈ യന്ത്രം. ഏതായാലും അത് അല്പസമയത്തിന് തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. വരുന്ന വഴിയാണ്, അങ്കോലയിലേക്ക് അടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകാതെ തന്നെ അത് ഇവിടേക്ക് എത്തും. ഉച്ചയോട് കൂടി തന്നെ അത് നമുക്ക് ഇവിടെ ഉപയോഗിച്ച് തുടങ്ങാൻ, ആ പുഴയോരത്ത് അത് ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിലെ പ്രതീക്ഷ. ഏതായാലും വൈകാതെ തന്നെ ആ യന്ത്രം ഇവിടേക്ക് എത്തിച്ചേരും. ഒരു വലിയ യന്ത്രമാണ്, വലിയ ട്രെയിലറിലാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെതായിട്ടുള്ള വേഗതയെ അതിന് ഉണ്ടാകൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇക്കാര്യത്തിൽ 30 കിലോമീറ്റർ ഒക്കെ പരമാവധി പോകാൻ പറ്റുമെന്നാണ് നേരത്തെ MLA തന്നെ പറഞ്ഞത്. ട്രാഫിക്കുള്ള സമയമാണ്. പക്ഷേ അപ്പോഴും ശ്രീധര, നമ്മൾ നേരത്തെ ഒരു മിനിറ്റ് മുമ്പ് നമ്മൾ പറഞ്ഞേ ഉള്ളൂ, ഒരു വെയിൽ കണ്ടു ഇന്ന് ആദ്യമായിട്ട് തന്നെ. അത് പറയാൻ കാത്തിരുന്ന പോലെയാണ് മഴ ഇപ്പോൾ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിത് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ, പുഴയ്ക്ക് ഇതുപോലെ മഴയ്ക്ക് ശക്തിയായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ യന്ത്രം എത്തുന്നു എന്നുള്ളത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ പെട്ടെന്ന് നമുക്ക് നടത്താൻ, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആഴത്തിലുള്ള പരിശോധനയ്ക്ക് ഇത് പെട്ടെന്ന് തന്നെ നടത്താൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു കാര്യം. പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. കാരണം ഒരു മഴ വരികയാണെങ്കിലും അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഈ വലിയ യന്ത്രത്തിന് അത് പ്രശ്നമില്ല, അവിടെ തെരച്ചിൽ തുടരാനാവും എന്ന് MLA പറഞ്ഞിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്കൊരു പ്രതീക്ഷ പകരുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. സാധാരണ ഇതേവരെയുള്ള നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വിഘാതം സൃഷ്ടിച്ചിരുന്നത് ഈ മഴയാണ്, അല്ലെങ്കിൽ ഈ തെരച്ചിലിന് ഏറ്റവും ഇന്നൊരു ആശ്വാസം നമ്മൾ കാണുന്നുണ്ട്. കാരണം മഴ മാറി നിൽക്കുന്നു, കാലാവസ്ഥ അനുകൂലമാണെന്ന്. പക്ഷേ സ്ഥിതിഗതികൾ അവിടെ മാറുകയാണ്. എന്തായാലും 60 അടി താഴ്ചയിൽ നിന്ന് ചെളി നീക്കാനുള്ള ആ കൂറ്റൻ ബൂം മണ്ണുമാന്തി യന്ത്രം അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയം തന്നെ തെരച്ചിൽ നടക്കുന്ന ആ സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്ക് യന്ത്രം എത്തിക്കും.